ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യരിൽ ഒരാൾ. ഇയാളല്ല. അദ്ദേഹം തൻ്റെ ഏറ്റവും വലിയ യുദ്ധം നടത്തിയത് മറ്റുള്ളവരോടല്ല, സ്വന്തം മനസ്സിനോടായിരുന്നു. അതാണ് സ്റ്റോയിസിസം. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ അതിനോട് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, എന്ത് തീരുമാനമെടുക്കുന്നു, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. സ്റ്റോയിസിസം പറയുന്നത് പുറം ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനുമാണ് ആദ്യം പഠിക്കേണ്ടത് എന്നാണ്. കാരണം സന്തോഷവും സമാധാനവും പുറത്തെ സാഹചര്യങ്ങളിൽ നിന്നല്ല വരുന്നത്, നമ്മളെ ചിന്തകളിൽ നിന്നും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നുമാണ് അത് വളരുന്നത്. അതിനർത്ഥം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും ശാന്തത നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ പഠിക്കുന്ന ജീവിത രീതിയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സ്റ്റോയിസിസം, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിലും അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയും. മഴ പെയ്യോ, ട്രെയിൻ വൈകോ, നമ്മളാരെങ്കിലും വിമർശിക്കോ, നമ്മൾ ആഗ്രഹിച്ച് നടക്കാതിരിക്കോ, ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലെങ്കിലും അതുകൊണ്ട് നിരാശയിലാകണോ, അതിൽ നിന്ന് പഠിക്കണോ, വീണ്ടും മുന്നോട്ട് നടക്കണോ, ആ തീരുമാനം നമ്മുടെ കയ്യിലാണ്.